അടൂർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സംഘടിപ്പിച്ച ICMEM 2026 മൂന്നാമത് അന്താരാഷ്ട്ര എഞ്ചിനീയറിംഗ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സമ്മേളനം മെയ് 15-16 തീയതികളിൽ നടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും ഗവേഷകരും പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ആധുനിക എഞ്ചിനീയറിംഗ് പ്രവണതകൾ, സാങ്കേതിക നവീകരണങ്ങൾ, മാനേജ്മെന്റ് മേഖലയിലെ പുരോഗതികൾ ചർച്ചയാകുന്നു. വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന വേദിയാകും. അടൂർ നിയുക്ത MLA അഡ്വക്കേറ്റ് CV ശാന്തകുമാർ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് മൂന്നാമത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് ആയ തേർഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ മോഡേൺ ട്രെൻഡ്സ് ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ICMEM 2026 15-16 തീയതികളിൽ മെയ് 15-16 തീയതികളിൽ നടത്തുന്നു. കോൺഫറൻസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് ഞാൻ. ഈ ഒരു കോൺഫറൻസിന്റെ ഭാഗമായി നമുക്ക് നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള വിവിധ പേപ്പറുകൾ പ്രസന്റ് ചെയ്യാനായി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോൺഫറൻസിന്റെ ഭാഗമായി നമുക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും ഗവേഷകരും ശാസ്ത്രജ്ഞരും പങ്കെടുക്കുന്നു. അവരുടെ മേഖലകളിലുള്ള ഡിസ്കഷൻസ് നടത്തുന്നു. ഈ കോൺഫറൻസിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മളുടെ നിയുക്ത MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് CV ശാന്തകുമാറാണ്. DTE കേരള സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. സമാപന ചടങ്ങിൽ ജമ്മു കാശ്മീർ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ KS ചന്ദ്രശേഖർ മുഖ്യ അതിഥിയായിരിക്കും. ഇപ്പോഴത്തെ നൂതന ടെക്നോളജി പ്രകാരമുള്ള എല്ലാ പേപ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രകാരമാണ് നമ്മൾ ഈ ട്രാക്ക് അടിസ്ഥാനപരമായിട്ട് ചെയ്തേക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന്, പിന്നെ നമ്മുടെ പഴയ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവില്, മെക്ക്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. കൂടാതെ തന്നെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്ക് 147 പേപ്പേഴ്സ് ആണ് നമ്മൾ പിയർ റിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ പ്രസന്റേഷന് വേണ്ടിയിട്ട് 15-16 തീയതികളിലായിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള ഈ 147 പേര്. അതിൽ കൂടുതൽ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നെങ്കിലും നമ്മുടെ റിവ്യൂ ബോർഡ് 22 പേര് അല്ലെ 22 പേരടങ്ങുന്ന റിവ്യൂവേഴ്സിൽ നിന്ന് 147 പേപ്പറാണ് ഇപ്പൊ നമുക്ക് പ്രസന്റേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. സമ്മേളനത്തിൽ SNIT ചെയർമാൻ K സദാനന്ദൻ, SNIT MD എബിൻ അമ്പാടിയിൽ, SNIT എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിപിൻ അമ്പാടിയിൽ, SNIT പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പ്രികേഷൻ D എന്നിവർ മുഖ്യ ആധിപത്യം വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് കൂടാതെ തന്നെ ഇതിലേതെങ്കിലും ഡെലിഗേറ്റ്സിന് നമ്മൾ സ്കോപ്പസ് ഇൻഡെക്സിലായിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 സ്കോപ്പസ് പബ്ലിക്കേഷൻസുമായിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ടുന്നവർക്ക് വേണ്ടി മാത്രം, സ്കോപ്പസ് പബ്ലിക്കേഷൻസ് വേണ്ടുന്നവർക്ക് വേണ്ടി മാത്രം നമ്മളത് സ്കോപ്പസ് ഇൻഡെക്സിൽ ജേണൽസിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്.